കുരിയച്ച, ശാന്തി തീരത്തേക്കുള്ളതിന് റെഡിയായോ? അതെ. ജാനകി ഇപ്പോഴും അടുക്കളയിലാണോ? ജാനകി കഴിഞ്ഞില്ലേ? എന്താ ജാനകി, ഇത്തവണയും സ്ഥിരം പല്ലവി തന്നെയാണോ? എടോ, ഇതിപ്പം വർഷം കുറച്ചായില്ലേ, ശീലമായില്ലേ നമുക്കിതൊക്കെ. സങ്കടപ്പെടേണ്ടടോ, നമുക്ക് നമ്മൾ തന്നെ മതിയടോ. തന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഉണ്ടാക്കാൻ പോകണ്ടെന്ന്. എന്നാലും സേതുവേട്ടാ, ഓണത്തിനെങ്കിലും അവര് വരുമെന്ന് എനിക്ക് സഹിക്കുന്നില്ല സേതുവേട്ടാ. പെറ്റ വയറല്ലേ, ഇതെന്നുണ്ടാവത്തില്ലേ? എന്തായി കുരിയച്ച, തിരക്കുള്ളവരൊക്കെ എന്ത് പറഞ്ഞു? ആർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് എന്താന്നൊക്കെ മീരമോൾ എന്നോട് ചോദിച്ചു. ഒന്നും എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. തിരക്കല്ലേ കുരിയച്ച എല്ലാവർക്കും? പെറ്റമ്മയൊന്ന് കാണാൻ പോലും വരാൻ കഴിയാത്ത തിരക്കല്ലേ എല്ലാറ്റിനും. എല്ലാവരും വരുമല്ലോ? നാളെ രാത്രിക്ക് മുമ്പേ എത്തും. നന്നായി ഭയന്നിട്ടുണ്ട് എല്ലാവരും. ജാനകി അറിയണ്ട, അവളൊന്ന് സന്തോഷിച്ചോട്ടെ. ജാനകി, സന്തോഷമായല്ലോടോ. മക്കളെല്ലാം ഈ ഓണത്തിന് തന്നോടൊപ്പം ഉണ്ടല്ലോ. വിശ്വസിക്കാനാവുന്നില്ല സേതുവേട്ടാ, നമ്മുടെ മക്കള്. അതിനും കണ്ണു നിറയ്ക്കുവാണുള്ളൂ. ചെല്ല്, അവർക്ക് വേണ്ടതൊക്കെ ഇതൊക്കെയാന്ന് പറഞ്ഞാൽ ചെന്ന് പറഞ്ഞു കൊടുക്ക്. സന്തോഷം കൊണ്ടാ സേതുവേട്ടാ. മീരമോൾക്ക് പാൽപ്പായസം ഇഷ്ടം, ബാക്കി മൂന്നാൾക്ക് അടപ്രഥമനാ. ഞാനൊന്ന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ട് വരാം. ഞങ്ങൾ സംസാരിച്ചിരിക്കാം, ചെല്ല്. എനിക്ക് ഈവനിങ് ഫ്ലൈറ്റിന് പോകണമായിരുന്നു. പോകേണ്ടവർക്ക് പോകാം, പിന്നെ ഒരിക്കലും ഈ പടി കിടക്കരുത്. എന്താടോ, മക്കളെല്ലാം ഊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണിച്ചു പോയോ താൻ? ഓ, അതല്ല സേതുവേട്ടാ, അവരെല്ലാം കഴിച്ച് മുറികളിലേക്ക് പോയപ്പോൾ ഞാൻ വെറുതെ വന്ന് കിടന്നു. തനിക്ക് സന്തോഷമായല്ലോടോ? ഓ, എന്ത് ചോദ്യാ സേതുവേട്ടാ ഇത്? സന്തോഷമായില്ലെന്നോ? ഞാൻ സ്വപ്നമാണെന്ന് ആദ്യം കരുതിയത്. നമ്മുടെ മക്കളും ഒരുമിച്ച് ഓണം ഉണ്ണാൻ എത്ര കാലമായി. ഓ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല സേതുവേട്ടാ. തനിക്ക് സന്തോഷമായല്ലോ. ഞാനേ കുരിയച്ചനെ ഒന്ന് കണ്ടിട്ട് വരാം. പോട്ടോ. എന്തായി കുരിയച്ച, എല്ലാവരോടും വരാൻ പറഞ്ഞില്ലേ? ഇപ്പൊ എത്തും. ആ, ദാ വരുന്നുണ്ട്. എന്താ കുരിയച്ച, അത് അവിടെ കൊടു.
വായിച്ച് നോക്ക്. പഠിപ്പും വിവരമുള്ള എൻ്റെ മക്കൾക്ക് അതിലെന്താണെന്ന് മനസ്സിലാവുമല്ലോ. അച്ഛാ ഇത് മനസ്സിലായില്ലേ വക്കീലേ? ഞാൻ എൻ്റെ ബില്ലൊന്ന് തിരുത്തി. ഇതേ ഓണവില്ല, ഓണവില്ല്. പക്ഷേ എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? വായിച്ചിട്ട് മനസ്സിലായില്ലേ? ഇനി ഞങ്ങൾക്ക് എത്ര കാലമുണ്ടെന്ന് അറിയില്ല. എൻ്റെ കാര്യം വിട്. നിന്നെയൊക്കെ പണ്ടേക്ക് പണ്ട് ഞാൻ വെട്ടിയതാ. ജാനകി അവൾ വിഷമിക്കുന്നത് ഈ സേതുരാമന് സഹിക്കില്ല. അച്ഛാ പറയട്ട് വക്കീലേ, സമാധാനപ്പെടും. അടുത്ത വർഷം മുതൽ എൻ്റെ ജാനകി ഉള്ളിടത്തോളം കാലം നിങ്ങളും നിങ്ങളുടെ മക്കളും ഓണനാളിൽ ഇവിടെ ഉണ്ടായിരിക്കും. ഇതിലൊരു വീഴ്ചയുണ്ടായാൽ ആ ബില്ലിൽ പറയുന്ന പ്രകാരം ഈ വീടും 2 ഏക്കർ സ്ഥലവും ഞാൻ ശാന്തി തീരത്തിന് എഴുതി വെക്കും. പറഞ്ഞതെല്ലാവർക്കും മനസ്സിലായല്ലോ. സമ്മതമാണെങ്കിൽ അതിലൊപ്പിട്. സേതുവേട്ടാ, ഇനി എല്ലാ കൊല്ലവും എത്ര തിരക്കുണ്ടെങ്കിലും അവർ നമ്മളോടൊപ്പം വന്ന് ഓണം കൊള്ളുമെന്നാണ് പറഞ്ഞിട്ട് പോയത്. നമ്മുടെ പിള്ളേരെ, നമ്മുടെ കാത്തിരിപ്പ് വെറുതെ ആയില്ല സേതുവേട്ടാ. നമ്മുടെ സ്നേഹം അവർക്ക് മനസ്സിലായല്ലോ. സന്തോഷമായി എനിക്ക്. ഇതെല്ലാം ഓണവിലിൻ്റെ ഒരു കളികളല്ല എൻ്റെ ഭാര്യയെ.